സമൂസ എടുക്ക്. വേണ്ട. ആക്ച്വലി പറയൂ. ഇല്ല, പറഞ്ഞോളൂ. ഇല്ല, ഇറ്റ്സ് ഓക്കെ. താൻ പറയൂ. ഓക്കെ, ഒന്ന് എണീക്കാവോ? എത്ര പ്രാവശ്യം വേണേലും എണീക്കാം. സി, നമ്മൾ തീരെ മാച്ച് അല്ല അല്ലേ? ആണോ? എന്താ പ്രശ്നം? ഇത് കണ്ടൂടെ? അത്ര കുഴപ്പമുണ്ടോ? താനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞേ. മോളെ എങ്ങനെയുണ്ട്? മാച്ച് അല്ല അങ്കിൾ. ബെസ്റ്റ്. അടിപൊളി. ഇനിയിപ്പോൾ മാച്ച് ആണെങ്കിലും നോ, ഐ എം നോട്ട് റെഡി ഫോർ എ മാരേജ്. എൻ്റെ പേരൻസിനാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. കുറച്ച് നാളായി പെണ്ണുകാണൽ ഡ്രാമ നടക്കാൻ തുടങ്ങിയിട്ട്. വരുന്നവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും എന്നെ ഇഷ്ടമായില്ല എന്ന് പറയണം. ഇയാളും അങ്ങനെ തന്നെ പറയണം, പ്ലീസ്. ഓക്കെ. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ മാല ബൾബും സ്റ്റാർസും ശ്രദ്ധിച്ചായിരുന്നോ? ബാൽക്കണിയിലെ മാല ബൾബ്? ഇലുമിനേഷൻ ലൈറ്റ്സ്. സാധാരണ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് അച്ഛൻ അടയാളം വെച്ച് പറയുന്ന അതും കൂടെ ചേർത്താ. നിങ്ങളോട് പറഞ്ഞില്ല? ശ്രദ്ധിച്ചില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അതവിടെ നിന്ന് മാറ്റുമെന്നുള്ള വാശിയില്ല അച്ഛൻ. ഒരുതരം മഹേഷിന്റെ പ്രതികാരമല്ലേ? ഇപ്പോഴാ സമാധാനമായത്. സത്യം പറഞ്ഞ എന്റെ വീട്ടുകാരുടെ പ്രഷർ കാരണം ഞാൻ ഇങ്ങനൊരു പെണ്ണ് കാണാൻ റെഡിയായത്. ഞാനൊരു കല്യാണത്തിനൊന്നും പ്രിപ്പയർഡ് അല്ല. പിന്നെ എന്റെ വീട്ടിൽ ഈ മാല ബൾബ് മെലോഡ്രാമയൊന്നും ഇല്ല കേട്ടോ. എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ? ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഫോട്ടോയിലെ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ്. എനിക്കും എവിടേക്ക് പോകണം എന്നാണ്. ബട്ട് അറിഞ്ഞൂടാത്ത ബിസിനസ് ചെയ്ത് അച്ഛൻ്റെ കുറച്ചധികം കാശ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് വീട്ടിനെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അല്ല, പിന്നെ ബിസിനസ്സിന് വേണ്ടി ചെയ്യണം. എനിക്ക് ആക്ച്വലി കോൺഫിഡൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ വിസയൊക്കെ ബട്ട് ഓൾറെഡി വന്നു. ഒറ്റമോളായതുകൊണ്ട് എന്നെ ഇവിടുന്ന് വിടുന്നില്ല. ഇമോഷണലി ഒരു ഐ എം റിയലി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സോറി ഒന്നും പറയണ്ട. എനിവേസ്, ഇറ്റ് വാസ് വണ്ടർഫുൾ മീറ്റിംഗ് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നേക്കുട്ടി, അങ്ങൾ പോട്ടെ. ഓക്കെ, പോയിട്ടുണ്ട് 2 ബിയർ അടിച്ച് ആഘോഷിക്കാൻ. ആദ്യത്തെ പെണ്ണുകാണലാണേ. ഈ ഡോറ് അത് ഓർത്തില്ല. പോസ്റ്റ് ഓഫ് ദ ഇന്ത്യ. അല്ല, തിരക്കില്ല എന്ന് പറഞ്ഞിട്ട്? അല്ല, ഇങ്ങനെ പോസ്റ്റ് ആവുന്ന ഓർത്തില്ല. ഫോണാണെ അമ്മമാരുടെ കയ്യിലും ആയിപ്പോയി. ഇതെന്താ? പോസ്റ്റ് ആവാണ്ടിരിക്കാൻ. ഓ, അച്ഛൻ്റെ കല്യാണ ആൽബമാണോ? നോക്കൂ. എന്താ ജോലി? ജോലിയൊന്നുമില്ല. ഐ മീൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ. ഡിഗ്രി? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സപ്ലി ക്ലിയർ ചെയ്തെടുത്തൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. വീട്ടുകാർ ഇഞ്ചെക്ട് ചെയ്തൊരു ബ്രോയിലർ എഞ്ചിനീയർ ഉണ്ടാക്കാൻ നോക്കിയതാ, പക്ഷെ വർക്കൗട്ടായില്ല. പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? പാവങ്ങളാ. ഒരു പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പറയാൻ തുടങ്ങിയ ഭയങ്കര കോമഡിയാ. പറ കേക്കട്ടെ. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കൂ. ഭയങ്കര വലിയ സ്റ്റോറിയാ. നമുക്ക് മിനിമം ഒരു 1 hour ടൈം ഉണ്ട്. ഇതിനിടെ സംസാരിക്കാനാണെങ്കിൽ വേറൊന്നുമില്ല. പിന്നെ ഇക്കാലത്തൊക്കെ കേൾക്കാൻ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. പറ കേക്കട്ടെ. പറയുന്നേ. ഓക്കെ, ഒരു എക്സാമിൻ്റെ അന്ന് രാവിലെ ഞാൻ എൻ്റെ മുറിയിലിരുന്ന് നൈസായിട്ട് കോപ്പി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എണീറ്റില്ലേ ഇതുവരെ? രാത്രി ലേറ്റ് ആയിട്ട് അവൻ കിടന്നേ. എക്സാം ഉള്ളതല്ലേ? ഉച്ചയ്ക്ക് 2 മണിക്കാ. അവൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മണി 9 അതെ, ഏട്ടൻ വെറുതെ ടെൻഷൻ ആവണ്ട. മോളെ, നീ അച്ഛന്റെ ബാഗ് അങ്ങ് എടുത്തേ. ബിജു തുറന്നേ.
അച്ഛാ പഠിക്കായിരുന്നോ? ആ കുറച്ച് കഴിഞ്ഞു. നീ ചായ ഒന്നും കുടിച്ചില്ലേ? അത് ഞാൻ പഠിച്ചു കഴിഞ്ഞില്ല അച്ഛാ. അതുകൊണ്ട് ഇന്ന് എന്താ എക്സാം? മെഷീൻ ഡിസൈൻ. മെഷീൻ ഡിസൈൻ പഠിച്ചോ? അച്ഛാ എന്താ ഇത്? കോപ്പി അടിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പാണോ? ആ അത് ജയിക്കുമായിരിക്കും. ആ എന്നാ ഇനി അതുകൊണ്ട് ജയിക്കാതിരിക്കണ്ട. നീ സംശയമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ എഴുതരാം. നീ കുറേ എഴുതി കൈ കഴിച്ചതല്ലേ? പറഞ്ഞോ, ഞാൻ എഴുതരാം. അല്ല അച്ഛാ, എടാ ഞാൻ കളിയാക്കിയതല്ല, നീ കുറേ എഴുതിയതല്ലേ. ഇനി നീ പറ, ഞാൻ എഴുതാം. മോന് സംശയമുള്ളതൊക്കെ വായിച്ചിട്ട് പറ. ദാ അച്ഛാ എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര മടുപ്പാവും. അതുകൊണ്ട് കോപ്പി അടിക്കണോ? തോക്കണമെങ്കിൽ തോക്കട്ടെടാ. നിന്നെ ഞാൻ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇത് എഴുതി തരാമെന്ന് പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഇനി കോപ്പി അടിക്കണമെന്ന് തോന്നുമ്പോൾ നിനക്ക് ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ വരണം. നമ്മൾ കള്ളങ്ങൾ കൊണ്ട് വലിയൊരു ആനപ്പന്തൽ കെട്ടിയുണ്ടാക്കിയാലും അതിലൊരു ഉറുമ്പിന് പോലും നിൽക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല മോനെ. തെറ്റ് ചെയ്ത് വലിയൊരു തെറ്റായി പോകും നിന്റെ ജീവിതം. നീയേ എന്റെ മോന, അറിയാവുന്നത് എഴുതി വെക്കടാ. നീ ഇന്ന് ജയിക്കും. So sweet. You're so lucky to get such parents. താങ്ക് യു. ആക്ച്വലി ഞാനും അതെ. പക്ഷേ ഈ ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ അടിച്ച് വരച്ച് വരയിൽ എത്തിച്ചാണ്. ശരിയാണ്. ബട്ട് വെയിറ്റ് അന്നത്തെ എക്സാം ക്ലിയർ ആയോ എന്നിട്ട്? ആ വാവ്, ഭയങ്കര ബ്ലെസ്സിങ് ആയി പോയല്ലോ അച്ഛൻ്റെ. സമൂസ വാങ്ങിച്ചതാണോ? അല്ല, സുധമായി ഉണ്ടാക്കിയതാ. ചെറിയ മധുരം അതിൻ്റെ ടേസ്റ്റ്. കഴിച്ചു നോക്കൂ. മധുരം ഇതിൻ്റെ ടേസ്റ്റ്. വരുന്ന പ്രപ്പോസൽസ് ഒക്കെ ഒഴിവാക്കി ഓസ്ട്രേലിയയിൽ പോകണമെന്ന് പറഞ്ഞു താനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണവും ഒരു മധുരം അല്ലേ? ഒരു ഗംഭീര അഫയറിന് അല്ലേ? ഇത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് കോമൺ സെൻസ്. എന്നെ പോലെ ഇവിടെ വന്നു പോയ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് താനെന്താ പഠിച്ചത്? മെഡിസിൻ, എഞ്ചിനീയറിംഗ്, CA, MBA. MBA? ഓ, ബിസിനസ് ഒക്കെ ചെയ്ത ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എല്ലാം പൊട്ടി. അച്ഛൻ 101% ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ഞാൻ പിറന്നു വീഴുന്നത്. ഡയറക്ടർ പത്മരാജന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അച്ഛൻ. ചില സിനിമകൾക്കൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ടുണ്ട്. ഓ, എല്ലാം എപ്പിക് മൂവീസ് ആണല്ലോ. പണ്ടൊരു ജോത്സ്യം ഗണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പരിപാടി ഇപ്പം നിർത്തിക്കോ അല്ലെങ്കിൽ ഇരിക്കുന്നിടം കൂടി പോകുന്നു. അച്ഛനായിട്ട് പക്ഷെ നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല. വരുത്തിയത് മൊത്തം ഞാനാ.